ഹായ്, എല്ലാവർക്കും DBD ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രുചികരമായ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യകരമായ ഫോർമുല എന്ന വിഷയമാണ്. ആരോഗ്യകരമായ ഭക്ഷണം എന്ന് കേൾക്കുമ്പോൾ പലർക്കും ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? രുചിയില്ലാത്ത ഭക്ഷണം, വില കൂടിയ ഭക്ഷണം, അല്ലെങ്കിൽ വളരെ കർശനമായ ഡയറ്റ് എന്നൊക്കെയാണ് മനസ്സിൽ വരുന്നത്. പക്ഷേ ആരോഗ്യപക്ഷ ഭക്ഷണം അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ല. നമ്മുടെ വീട്ടിൽ ലഭിക്കുന്ന സാധാരണ ഭക്ഷണങ്ങൾ ശരിയായ അളവിലും ശരിയായ കൂട്ടായ്മയിലും സുരക്ഷിതമായി കഴിച്ചാൽ ഭക്ഷണം ആരോഗ്യകരമാക്കും, പോഷകസമൃദ്ധവും രുചികരവുമാക്കാം. ഇതിനായി ഓർക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ഫുഡ് ഫോർമുലയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ സാധാരണ കഴിക്കുന്ന പ്ലേറ്റിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടണ്ട, കുറയ്ക്കും വേണ്ട. ഇന്ന് എത്രയാണോ കഴിക്കുന്ന ആ പ്ലേറ്റിൻ്റെ പകുതി പ്ലേറ്റ് പച്ചക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഭക്ഷണപാത്രത്തിൽ ഏകദേശം പകുതി ഭാഗം പച്ചക്കറികളായി മാറ്റിവെക്കണം. തോരൻ, അവിയൽ, മെഴുക്ക് പുരട്ടി, സാലഡ്, പച്ചക്കറി തുടങ്ങിയ വിവിധ വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താം. ഒരേ പച്ചക്കറി മാത്രം കഴിക്കുന്നതിന് പകരം വ്യത്യസ്ത നിറത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. ഈ കളർ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമുണ്ട്. പച്ച, ചുവപ്പ്, ഓറഞ്ച്, വെള്ള, വയലറ്റ് നിറത്തിലുള്ള പച്ചക്കറികൾ മാറി മാറി കഴിക്കുന്നത് വ്യത്യസ്ത പോഷകങ്ങൾ, പ്രത്യേകിച്ച് ആൻറ്റി ഓക്സിഡൻറ്റ് ലഭിക്കാൻ വളരെ സഹായകമാണ്. രണ്ടാമത്തെ നിയമം നമ്മൾ മനസ്സിലാക്കേണ്ടത് 4/1 ഭാഗം ധാന്യ ഭക്ഷണം. പ്ലേറ്റിൻ്റെ 4/1, അരഭാഗം കഴിഞ്ഞു, ഇനി 4/1, ഇനി ഹാഫുണ്ട്, അതിൻ്റെ പകുതി, ആ ഹാഫിൻ്റെ പകുതി ചോറ്, ചപ്പാത്തി, പുട്ട്, ഇടിയപ്പം, അപ്പം, കഞ്ഞി തുടങ്ങിയാണ് നമ്മുടെ പ്രധാന ഊർജ ഭക്ഷണങ്ങൾ. ഇത് ഉൾപ്പെടുത്തുക. എന്നാൽ പ്ലേറ്റ് മുഴുവനായിട്ട് ഈ ചോറ് കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരം ഭക്ഷണം കൊണ്ടോ ഒരിക്കലും നിറയ്ക്കരുത്. ഇനി പ്ലേറ്റിൻ്റെ ഏകദേശം 4/1 ഭാഗം മാത്രം ചോറ് അല്ലെങ്കിൽ മറ്റു ധാന്യഭക്ഷണങ്ങളൊക്കെ ഉപയോഗിക്കുക. 4/1 ഒരിക്കലും കൂടരുത് ധാന്യത്തിൻ്റെ അളവ്. സാധ്യമെങ്കിൽ മട്ടരി, കുത്തരി, ഗോതമ്പ്, റാഗി, ചാമ, തിന തുടങ്ങിയ ധാന്യങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഒരേ ധാന്യം ഉപയോഗിക്കുന്നതിനാൽ കൂടുതൽ നല്ലതാണ് മാറി മാറി വ്യത്യസ്ത ധാന്യങ്ങൾ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ, ഇനി ഒരു 4/1 ബാക്കിയുണ്ട്. ആ 4/1 പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഫാക്ടറാണ്. ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും പേശികളുടെ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും പ്രോട്ടീൻ ശരിക്ക് ആവശ്യമാണ്. മീന്, മുട്ട, പയറ്, കടല, ചെറുപയർ, വൻപയർ, പരിപ്പ്, കോഴിയിറച്ചി തുടങ്ങിയ ഒന്നെങ്കിലും ഓരോ പ്രധാന ഭക്ഷണത്തോടും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും വളരെ ശ്രദ്ധാപൂർവം ഉൾപ്പെടുത്തുക. വെറും ധാന്യം മാത്രം കഴിക്കരുത്. മലയാളികൾക്ക് എളുപ്പവും വളരെ ചെലവ് ചുരുങ്ങിയതുമായ നല്ല കൂട്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന്, ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ ചോറും പയറും നല്ല കോമ്പിനേഷനാണ്. പുട്ടും കടലയും പ്രോട്ടീനും ധാന്യവും കിട്ടുന്നുണ്ട്. ദോശയും സാമ്പാറും ശ്രദ്ധിക്കുക. നമ്മൾ വെക്കുന്ന സാമ്പാറല്ല, സാമ്പാറിൽ പരിപ്പ് കൂടുതൽ ഉപയോഗിക്കണം. ആ നിലയിലുള്ള സാമ്പാറും ദോശയും കഴിച്ചാൽ പോഷക സമൃദ്ധമാണ്. കഞ്ഞിയും പയറും നല്ലൊരു സാധാരണ ഫുഡ് കോമ്പിനേഷനാണ്. ചപ്പാത്തിയും കടലക്കറിയും ഇവ ലളിതവും രുചികരവുമായ പോഷക സമൃദ്ധ കൂട്ടുകളാണ്. കൂടുതൽ ചെലവില്ല. നാലാമത്തെ ഒരു പ്രത്യേക നിയമം ശ്രദ്ധിക്കേണ്ടത് ദിവസം ഒരു പഴമെങ്കിലും കഴിക്കുക. പഴച്ചാറിനേക്കാൾ മുഴുവൻ ജ്യൂസ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലത് പഴം മുഴുവനായിട്ട് കഴിക്കുന്നതാണ്. അതിൻ്റെ തോലുൾപ്പെടെ നമ്മളെ ശരീരത്തിൽ എത്തേണ്ടതുണ്ട്. അതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതലുണ്ട്. വാഴപ്പഴം, പേരക്ക, പപ്പായ, ഓറഞ്ച്, തണ്ണിമത്തൻ, ആപ്പിൾ തുടങ്ങിയവയിൽ ലഭ്യമായത് തിരഞ്ഞെടുക്കാം. വ്യത്യസ്ത പഴങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഒരേ പഴങ്ങൾ മാത്രം കഴിക്കുന്നത് ഒഴിവാക്കുക. വില കൂടിയ വിദേശ പഴങ്ങൾ മാത്രമാണ് ആരോഗ്യപരമായ ധാരണ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ട. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന പേരക്ക, പപ്പായ, വാഴപ്പഴം തുടങ്ങിയ മികച്ച കൂട്ടുകളാണ്. അഞ്ചാമത്തെ ഒരു നിയമം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളം പ്രധാന പാനീയമാണ്. ദാഹം തീർക്കാൻ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് ശുദ്ധമായ കുടിവെള്ളമാണ്, അല്ല ജ്യൂസോ മറ്റോ ഒന്നല്ല. പഞ്ചസാര തേച്ച ചായ, കാപ്പി, സോഫ്റ്റ് ഡ്രിങ്ക്, പാക്കറ്റ് ജ്യൂസ് എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. കുറച്ചൊക്കെ ആകാം. വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക. വെള്ളം ശുദ്ധമായ നല്ല വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത് ഉപ്പ്, പഞ്ചസാര, എണ്ണ ഒരു പ്രധാന നിയമമാണ്. വളരെ നിയന്ത്രിക്കുക.
രുചിക്കായി ഇവ 3 ആവശ്യം, പക്ഷേ അധികമായാൽ ആരോഗ്യത്തിന് ദോഷകരമാണ്. കുറച്ചൊക്കെ പറ്റും. കറികൾ അമിതമായി എണ്ണ ഒഴിക്കേണ്ടതില്ല. അച്ചാറ്, പപ്പടം, ഉപ്പിലിട്ട ഭക്ഷണം, പാക്കറ്റ് സ്നാക്കുകൾ തുടങ്ങിയ ദിവസം കൂടുതലായി കഴിക്കുന്നത് ഒഴിവാക്കുക. സ്വല്പമെങ്കിലും ആവാം. ചായയും കാപ്പിയും പഞ്ചസാര പതുക്കെ കുറയ്ക്കാൻ ശ്രമിച്ചു കൊണ്ട് കുറച്ച് തീരെ ഇല്ലാത്ത രീതിയിലൊത്ത് എത്തിക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് കുറയ്ക്കേണ്ട. വറുത്ത ഭക്ഷണത്തിന് പകരം വേവിച്ചത്, ആവിയിൽ പുഴുങ്ങിയത്, ഗ്രിൽ ചെയ്ത് അല്ലെങ്കിൽ കുറഞ്ഞ എണ്ണയിൽ തയ്യാറാക്കിയതൊക്കെ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. 7ാമത്തെ നിയമം നമ്മൾ മനസ്സിലാക്കിയത്, ഭക്ഷണ സുരക്ഷ ഒരിക്കലും മറക്കരുത്. പോഷകമുള്ള ഭക്ഷണം മാത്രം മതി എന്നില്ല, അത് സുരക്ഷിതവുമായിരിക്കണം. ഭക്ഷണം തയ്യാറാക്കുന്നതിന് മുമ്പ് കൈകൾ സോപ്പിട്ട് കഴുകുക. പച്ചമാംസം, മുറിച്ച കത്തി, പലക എന്നിവ കഴുകാതെ പച്ചക്കറി മുറിക്കാൻ ഉപയോഗിക്കരുത്. പാകം ചെയ്ത ഭക്ഷണം മണിക്കൂറുകളോളം മുറിയിലെ ചൂടിൽ വെക്കാതിരിക്കുക. പഴകിയ ഭക്ഷണത്തിന് മണവും നിറവും മാറിയിട്ടില്ലെങ്കിലും അത് സുരക്ഷിതമാണെന്ന് ഉറപ്പില്ല. സംശയം തോന്നുന്ന ഭക്ഷണം ഒരിക്കലും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. മറ്റൊരു നിയമം, രുചിക്കായി പ്രകൃതിദത്ത ചേരുവകൾ ഉപയോഗിക്കുക. ആരോഗ്യകരമായ ഭക്ഷണം രുചികരമില്ലാത്ത ആവേണ്ടതില്ല. ശരിക്കും ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, മഞ്ഞൾ, കറിവേപ്പില, മല്ലിയില, പുതിന, നാരങ്ങ എന്നിവ ശരിയായ അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഭക്ഷണത്തിന് നല്ല രുചി നൽകാം. അമിത ഉപ്പും എണ്ണയും ചേർക്കാതെ തന്നെ രുചികരമായ ഭക്ഷണം തയ്യാറാക്കാൻ ശരിക്കും കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ ലളിതമായ ആരോഗ്യ ഭക്ഷണ ഫോർമുല വീണ്ടും നമുക്ക് ഓർമ്മിക്കാം. ഒരു പ്ലേറ്റിൻ്റെ പകുതി പച്ചക്കറി, 4/1 ധാന്യം, 4/1 പ്രോട്ടീൻ, വ്യത്യസ്ത പ്രോട്ടീനും, മാംസ്യ പ്രോട്ടീനും, വെജിറ്റബിൾ പ്രോട്ടീനും, കൂടെ ഒരു പഴം, ആവശ്യമായ ശുദ്ധജലം, കുറഞ്ഞ ഉപ്പ്, പഞ്ചസാര, എണ്ണ, അതോടൊപ്പം മികച്ച ഭക്ഷണ സുരക്ഷയും. ഈ പോയിന്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആരോഗ്യമായ ജീവിതത്തിന് വില കൂടിയ ഭക്ഷണങ്ങൾ, കർശനമായ ഡയറ്റുകൾ ഒന്നും നിർബന്ധമില്ല. നമ്മുടെ വീട്ടിലെ സാധാരണ ഭക്ഷണം തന്നെ ശരിയായ അളവിൽ ശരിയായ രീതിയിൽ സുരക്ഷിതമായി കഴിക്കുക. ഓർക്കുക, ഭക്ഷണത്തിൻ്റെ രുചി നാവിനെ സന്തോഷിപ്പിക്കാം. പോഷകങ്ങൾ ശരീരത്തെ ശക്തിപ്പെടുത്തണം. സുരക്ഷ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണം. ഈ വിവരം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇത്തരം സേഫ്റ്റി ടിപ്സുമായി ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഓൾ.